MIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞിയിൽ കൊല്ലപ്പെട്ട ഫൈസലിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി. SYS അവകാശ സംരക്ഷണ സമ്മേളനം ഈ മാസം 25-ന് കോഴിക്കോട് കടപ്പുറത്ത്. വിപുലമായ ഒരുക്കങ്ങൾ. സമ്മേളനം വിജയിപ്പിക്കാൻ മഹല്ല് ജമാഅത്തുകൾ രംഗത്തിറങ്ങണമെന്ന് SMA. പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി. MM മണി മന്ത്രിയാകും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ അപകടം. മരണം 100 കവിഞ്ഞു. നിരവധി പേരുടെ നില അതീവ ഗുരുതരം. മണ്ണാർക്കാട്ടെ കല്ലാംകുഴി ഇരട്ട രക്തസാക്ഷിത്വത്തിന് ഇന്ന് 3-ാം ആണ്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കാപാലികരുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന് നാടിന്റെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി. ഒരു ഉംറയും ഹജ്ജും കൂടി ചെയ്യണം, അത് കഴിഞ്ഞാൽ സമാധാനമായി. മലപ്പുറം കൊടിഞ്ഞിയിൽ ഇന്നലെ അക്രമികളുടെ കൊലക്കത്തിക്കിരയായ ഫൈസലിന്റെ വാക്കുകളാണിത്. റിയാദിലെ സുഹൃത്തുക്കളോട് പലപ്പോഴും പങ്കുവച്ചിരുന്നു മക്കയിലെത്തണമെന്ന മോഹം. എന്നാൽ ഒരുപാട് പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് മടങ്ങിയ ആ ചെറുപ്പക്കാരൻ ഇനി വരില്ല. ഇന്ന് രാവിലെ കരിപ്പൂരിൽ നിന്ന് റിയാദിലെത്തേണ്ട ഫൈസലിനെയാണ് ക്രൂരമായി അക്രമികൾ വകവരുത്തിയത്. 4 മാസം മുമ്പാണ് ഫൈസൽ നാട്ടിലേക്ക് അവധിക്ക് പോയത്. റിയാദിലെ ബദിയയിൽ ഹൌസ് ഡ്രൈവറായിരുന്നു ഫൈസൽ. 3 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 6 മാസം മുമ്പാണ് അനിൽകുമാർ എന്ന ഫൈസൽ ഇസ്ലാം സ്വീകരിച്ചത്. ബദിയയിലെ മതകാര്യ ഓഫീസ് വഴിയായിരുന്നു ഇസ്ലാമിലേക്കുള്ള വരവ്. മാസങ്ങളോളം അന്വേഷിച്ചും പഠിച്ചും വ്യക്തമായി ബോധ്യം വന്നതിനു ശേഷമാണ് ഫൈസൽ പുതിയ വിശ്വാസം സ്വീകരിച്ചതെന്ന് മതകാര്യ ഓഫീസുമായി ബന്ധമുള്ളവർ പറയുന്നു. ബദിയയിലെ മസ്ജിദുൽ ജാമിയ എന്ന പള്ളിക്ക് സമീപത്തെ സ്വദേശിയുടെ വീട്ടിലായിരുന്നു ജോലി. ഈ പള്ളിയിലെ ഇമാം വഴിയാണ് ഇസ്ലാമിലേക്ക് മാറാനുള്ള സൌകര്യം ഒരുക്കിക്കൊടുത്തത്. പള്ളിക്ക് സമീപത്തെ ബക്കാലയിലായിരുന്നു ഫൈസലിന്റെ സംഗമ കേന്ദ്രം. ഹൌസ് ഡ്രൈവർ എന്ന പരിമിതിക്കുള്ളിൽ നിന്നും അല്പം സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നു. വീട്ടുടമയുടെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടുവിടുന്ന സമയത്ത് വാഹനത്തിൽ അവർ പതിവായി ഖുർആൻ പാരായണം വെക്കാറുണ്ടായിരുന്നു. ഇതാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ജനിപ്പിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം ഒരിക്കലെങ്കിലും ഉംറയും ഹജ്ജും നിർവഹിക്കണമെന്ന മോഹം ഈ യുവാവിന്റെ ഉള്ളിൽ കനപ്പെട്ടിരുന്നു. 1-2 തവണ യാത്രക്കൊരുങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ നടക്കാതെ പോയി. നാട്ടിൽ പോയി വന്നതിനുശേഷം അത് നിർവഹിക്കാമെന്ന പ്രതീക്ഷയിലാണ് 3 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തെ കാണാൻ അവധിക്ക് പോയത്. താൻ വിശ്വസിച്ച മാർഗത്തിലേക്ക് കുടുംബത്തെയും കൊണ്ടുവരാൻ ഫൈസലിന് സാധിച്ചു. അതിന് ജീവന്റെ വിലയുണ്ടാകുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും നനച്ചിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. റിയാദിൽ നിന്ന് സന്തോഷത്തോടെ യാത്രയാക്കിയ സുഹൃത്ത് ദാരുണ മരണത്തിലേക്ക് താണുപോയതിന്റെ ഞെട്ടലിൽ നിന്ന് സുഹൃത്തുക്കളാരും ഇതുവരെ മോചിതരായിട്ടില്ല. പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ പോകുന്നവരാണ് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന ഫൈസലിനെ കണ്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. 2 ബൈക്കിലും 1 കാറിലുമായി എത്തിയ സംഘം ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ തടഞ്ഞു വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമി സംഘം ഓട്ടോയെ പിന്തുടരുന്നത് സമീപത്തെ കടയുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയതോടെ തീവ്ര ഹിന്ദു സംഘടനകളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നതായി ഫൈസൽ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്നത് ഞാനാണ്. അവനുമായിട്ട് മിനിയാന്ന് അവൻ പങ്കുവെച്ചത് എനിക്ക് ഭീഷണിയുണ്ട്, എനിക്ക് ഞാൻ എന്താ ചെയ്യണത്, എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഞാനിവിടെ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഭീഷണി ആരാണെന്ന് അവൻ ആളെ പേര് പറഞ്ഞിട്ടില്ല. ഭീഷണി ഉണ്ട്, RSന്റെ BJPന്റെ ഭാഗത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് സേഫ്റ്റിന്റെ കുറവുണ്ട്, കുടുംബത്തിന്റെ ഇവിടെ ഒറ്റക്കിട്ട് പോകാനുള്ള സേഫ്റ്റി പ്രശ്നം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട്. മകൻ ഭാര്യ പിതാവിനെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് വ്യക്തമായി അറിയുന്നവർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി മാതാവ് പറഞ്ഞു. എന്റെ മകൻ അവനിഷ്ടമുള്ള മതത്തിലേക്ക് മാറി. വെട്ടിനുറുക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഫൈസലിന്റെ അമ്മ മീനാക്ഷിയുടേതാണ് ഈ ചോദ്യം. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്കായി ജനാസ ദർശനത്തിന് വെച്ചപ്പോഴാണ് മാതാവ് ഇത് ചോദിച്ചത്. ഫൈസലിന്റെ മാതാവ് മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അവരും മറ്റു മക്കളായ സുബിത, കവിത എന്നിവരും ഫൈസലിന് അന്ത്യചുംബനം നൽകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. നാട്ടുകാർ അത് സാധിച്ചു നൽകുകയും ചെയ്തു. കണ്ടുനിന്നവർക്ക് കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു ഇത്. ഫൈസലിന്റെ കുടുംബാംഗങ്ങളും ഭാര്യ പിതാവ് കാർത്തികേയനും കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫൈസൽ വീട്ടിലെ ചെലവുകളെല്ലാം വഹിച്ചിരുന്നു.
ആയിരങ്ങളാണ് ജനാസ സന്ദർശനത്തിനായി കൊടിഞ്ഞിയിൽ ഒത്തുചേർന്നത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊടിഞ്ഞി പനക്കത്താഴം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൊടിഞ്ഞി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. ഇരുട്ടിന്റെ മറവിൽ കാബാലികർ കൊലപ്പെടുത്തിയ കല്ലാംകുഴി ഇരട്ട രക്തസാക്ഷിത്വത്തിന് ഇന്ന് 3ാം ആണ്ട്. റഫീഖ് നരിക്കുനിയുടെ റിപ്പോർട്ടിലേക്ക്. സുന്നി കൈരളിയുടെ വേദനയായ കല്ലാംകുഴി കൊലപാതകത്തിന് ഇന്ന് 3ാം ആണ്ട്. നാടിന്റെ നായകരായ 2 യുവാക്കൾ അതിദാരുണമായി കൊല്ലപ്പെട്ടത് 2013 നവംബർ 20-നാണ്. ഇരുളിന്റെ ഉപാസകർ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ഒരാൾ മാത്രം ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയും 2 സഹോദരങ്ങൾ മൃഗീയമായി കൊല്ലപ്പെടുകയും ചെയ്തു. മഹല്ലിലെ ചിലർ നടത്തുന്ന അനീതികൾക്കെതിരെ വിരൽ ചൂണ്ടിയതാണ് സുന്നി പ്രവർത്തകരായ കുഞ്ഞു ഹംസയുടെയും നൂറുദ്ദീന്റെയും മരണത്തിനിടയാക്കിയത്. ഇവരുടെ മരണം കുടുംബത്തിനും സുന്നി പ്രസ്ഥാനത്തിനും എന്നും വേദനയാണ്. നാടിന്റെ പ്രശ്നങ്ങളിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന സഹോദരന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടായി. ഒടുവിൽ കോടതിയെ സമീപിച്ചപ്പോഴാണ് പ്രതികളിൽ ചിലരെയെങ്കിലും പിടികൂടാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് KMAC ന്യൂസ്. SYS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25-ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന അവകാശ സംരക്ഷണ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ശരീഅത്തിനെതിരായ വെല്ലുവിളികളെ ഇന്ത്യയിലെ മതേതര സമൂഹത്തെ ഒന്നിച്ച് അണിനിരത്തി ചെറുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സമ്മേളനം. വിവിധ മതമേലാധ്യക്ഷന്മാരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സമ്മേളനത്തിൽ സംബന്ധിക്കും. മലബാറിലെ വിവിധ ജില്ലകളിൽ സമ്മേളന വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ശരീഅത്ത് വിവാദങ്ങളുടെ മറവിൽ ചിലർ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി സുന്നി നേതാക്കളെ തേജോവധം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അവകാശ സംരക്ഷണ സമ്മേളനത്തിന് വൻ പ്രാധാന്യമാണ് സുന്നി സമൂഹം നൽകുന്നത്. സമ്മേളനത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകം സ്റ്റിക്കർ നൽകുന്നുണ്ട്. സമ്മേളനത്തിലേക്ക് മുഴുവൻ വിശ്വാസികളും എത്തിച്ചേരണമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ജനറൽ സെക്രട്ടറി മജീദ് കക്കാടും അഭ്യർത്ഥിച്ചു. ഈ മാസം 25-ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന അവകാശ സംരക്ഷണ സമ്മേളനം വൻ വിജയമാക്കാൻ രംഗത്തിറങ്ങണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബഹുമതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ മതങ്ങൾക്കും വിശ്വാസികൾക്കും മുമ്പോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ഇത്തരം പ്രവണതകളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കാൻ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കരുത് അവകാശ സംരക്ഷണ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് മഹല്ല് സ്ഥാപന കമ്മിറ്റികൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്ന് SMA എല്ലാ മഹല്ല് ജമാഅത്തുകളോടും ആവശ്യപ്പെട്ടു. അപ്രതീക്ഷിത അഴിച്ചുപണിയിലൂടെ MM മണി പിണറായി മന്ത്രിസഭയിലേക്ക്. ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും CPM സംസ്ഥാന സമിതി തീരുമാനിച്ചു. മണിക്ക് വൈദ്യുതി വകുപ്പായിരിക്കും. AC മൊയ്തീന് വ്യവസായവും കടകംപള്ളി സുരേന്ദ്രന് സഹകരണവും ലഭിക്കും. മണിയെ മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബന്ധുനിയമന വിവാദത്തിൽ കുടുങ്ങി രാജിവെച്ച EP ജയരാജന്റെ ഒഴിവിലാണ് മുതിർന്ന അംഗമായ MM മണി മന്ത്രിസഭയിലെത്തുന്നത്. വൈദ്യുതി വകുപ്പ് നൽകാനാണ് പാർട്ടി തീരുമാനം. EP ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, കായികം, യുവജനക്ഷേമ വകുപ്പുകൾ AC മൊയ്തീന് ലഭിക്കും. നിലവിലുള്ള ദേവസ്വം വകുപ്പിന് പുറമെ കടകംപള്ളിക്ക് മൊയ്തീൻ ചുമതല വഹിച്ചിരുന്ന സഹകരണം, ടൂറിസം വകുപ്പുകൾ കൂടി കിട്ടും. മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ പാർട്ടിയോട് അതിയായ കടപ്പാടും സന്തോഷവുമുണ്ടെന്ന് MM മണി. ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം കാക്കും. എത്തിപ്പെടാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന പദവിയെന്ന മണി. CPM ആയതുകൊണ്ട് മാത്രമാണ് തനിക്ക് മന്ത്രിപദം ലഭിച്ചത്. ഏത് വകുപ്പാണെങ്കിലും ഒരു കൈ നോക്കുമെന്ന് മണി പറഞ്ഞു. അതേസമയം തന്റെ ശൈലി മാറ്റമില്ലെന്ന് MM മണി പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടേതായ ശൈലിയുണ്ട്, അത് മാറ്റാനാകില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എന്നെ മന്ത്രിസഭയിൽപ്പെടുത്താൻ തീരുമാനിച്ചു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പാർട്ടിയോട് എനിക്ക് അതിയായ സന്തോഷവും കടപ്പാടും ഉണ്ട്. അല്ല, വകുപ്പൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, അത് വരുന്നേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലൊരു പാവം സാധാരണക്കാരനായ എന്നെ ഈ നിലയിൽ പരിഗണിച്ചത്. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, അതങ്ങനെ. പിന്നെ EMS അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്, അതൊന്നും മാറ്റി അദ്ദേഹമല്ല. കരുണാകരന്റെ ശൈലിയുണ്ട്, ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ശൈലിയുണ്ട്, VSന്റെ ശൈലിയുണ്ട്. എന്താ അർത്ഥം? അതെല്ലാം അംഗീകരിക്കപ്പെട്ടു പോയിരിക്കുന്ന നായനാർക്ക് നായനാരുടേതായ ഒരു ശൈലിയും രീതിയുണ്ട്. അവരൊക്കെ വലിയ മഹാരഥന്മാർ, ഞാൻ എത്രയോ പാവം.
ഉത്തർപ്രദേശിലെ പുക്രായനിൽ ട്രെയിൻ പാളം തെറ്റി മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇൻഡോർ പട്ന എക്സ്പ്രസിന്റെ 14 ബോഗികളാണ് പാളം തെറ്റിയത്. കാൺപൂരിൽ നിന്ന് 63 കിലോമീറ്റർ അകലെ പുലർച്ചെ 3:10-നാണ് അപകടം. 4 AC കോച്ചുകൾ, 6 സ്ലീപ്പർ കോച്ചുകൾ, 2 ജനറൽ കോച്ചുകൾ ഉൾപ്പെടെയാണ് പാളം തെറ്റിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 200ഓളം പേരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. ഉറക്കത്തിനിടെയുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ സഹയാത്രികരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ദേശീയ ദുരന്ത നിവാരണ സേന, സൈന്യം, പോലീസ്, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ബോഗികൾ വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിക്കിടന്നവരെ പുറത്തിറക്കിയത്. സ്ത്രീകളും കുട്ടികളും കൂടുതലുണ്ടായിരുന്ന S1, S2 ബോഗികളുണ്ടായിരുന്നവരാണ് മരിച്ചവരിൽ അധികവും. റെയിൽവേയുടെ പ്രത്യേക മെഡിക്കൽ സംഘം സ്ഥലത്തെത്തി. ഡൽഹി, കാൺപൂർ ഉൾപ്പെടെ അടുത്ത നഗരങ്ങളിൽ നിന്ന് മെഡിക്കൽ സൌകര്യങ്ങൾ പുക്രായനിൽ ഒരുക്കിയിട്ടുണ്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള പ്രതിഷേധം തുടരുന്നു. ആസ്റ്റിൻ, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ ട്രംപിനെതിരെ പ്രതിഷേധ റാലികൾ നടന്നു. പലയിടത്തും മാർച്ചുകൾ അക്രമാസക്തമായി. അഭയാർത്ഥികളോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള ട്രംപിന്റെ സമീപനമാണ് പ്രതിഷേധത്തിന് കാരണം. ഇതിനിടെ ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ മിറ്റ് റോംനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ട്രംപിന്റെ നാഷണൽ ഗോൾഫ് ക്ലബിലായിരുന്നു 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച. ഇനി ഗൾഫ് ഡെസ്കിൽ കരീം ഏലംകുളം, ഇബ്രാഹിം മേലെപ്പാറ ചേരുന്നു. സൌദിയിൽ തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾക്ക് വേണ്ട മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. 12 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള താമസ സൌകര്യമാണ് ഒരു തൊഴിലാളിക്ക് ഒരുക്കേണ്ടത്. പാർപ്പിട സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ നിയമലംഘനം നടത്തുന്ന തൊഴിലുടമകൾക്ക് 1000 മുതൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തും. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾക്കു വേണ്ട മാനദണ്ഡങ്ങൾ ഭരണാധികാരി സൽമാൻ രാജാവ് അംഗീകരിച്ചു. കിടക്കാനുള്ള മുറി, ഡൈനിംഗ് ഹാൾ, ബാത്റൂം, അടുക്കള എന്നിവയടക്കം 12 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള താമസ സൌകര്യമാണ് ഒരു തൊഴിലാളിക്ക് എന്ന നിലക്കൊരുക്കേണ്ടത്. ഉറങ്ങാനുള്ള മുറിക്ക് ഒരു തൊഴിലാളിക്ക് 4 ചതുരശ്ര മീറ്റർ എന്ന തോതിൽ വിസ്തീർണമുണ്ടായിരിക്കണം. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിനടുത്ത് പള്ളിയില്ലെങ്കിൽ നമസ്കരിക്കാനുള്ള സൌകര്യം ഒരുക്കേണ്ടതുണ്ട്. തൊഴിലാളികൾക്ക് അത്യാവശ്യം വേണ്ട വസ്തുക്കൾ തൊഴിലുടമ നൽകുകയോ അല്ലെങ്കിൽ അതിനുള്ള പണം നൽകുകയോ വേണം. ആഴ്ചയിൽ 2 തവണ അടുക്കള, ടോയ്ലറ്റ്, ഡൈനിംഗ് ഹാൾ തുടങ്ങിയവ വൃത്തിയാക്കണമെന്നും നിബന്ധനയിൽ പറയുന്നു. തൊഴിലാളികൾക്ക് ആവശ്യമായ പാർപ്പിട സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ നിയമലംഘനം നടത്തുന്ന തൊഴിലുടമകൾക്ക് 1000 മുതൽ 10,000 റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമത്തിൽ പറയുന്നു. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് പിഴയും കൂടും. നിയമലംഘനം കണ്ടെത്തുന്നതിനായി തൊഴിൽ, സാമൂഹ്യക്ഷേമ മന്ത്രാലയങ്ങളുടെയും ആരോഗ്യ, മുനിസിപ്പൽ, ഗ്രാമ മന്ത്രാലയങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതികൾ ഓരോ മേഖലയിലും നിലവിൽ വരും. ഈ സമിതികളാണ് പാർപ്പിടങ്ങളിൽ പരിശോധന നടത്തുക. ന്യൂസ് ഡെസ്ക് KMAC ന്യൂസ്. വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും വൈജ്ഞാനികാധിഷ്ഠിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച UAE ഇന്നവേഷൻ വീക്കിന്റെ 2ാമത് എഡിഷന് ഇന്ന് തുടക്കം കുറിച്ചു. ഇന്നവേഷൻ ഡെയിലി പ്രാക്ടീസ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടി ഈ മാസം 26 വരെ തുടരുന്നതാണ്. UAEയുടെ സായുധ സേന ലോകത്തെ ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയത് ചിത്രീകരിച്ച വീഡിയോ ഡിസംബർ 7-ന് പ്രദർശിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വടക്കൻ എമിറേറ്റ്സായ ഉമ്മുൽ ഖുവൈനിൽ ഉൾനാടൻ റോഡുകളിലും ഹൈവേകളിലും ഗതാഗത പിഴകൾക്ക് 50% ഇളവ് വരുത്തിയതായി പോലീസ്. ഈ മാസം 20 മുതൽ അടുത്ത മാസം 31 വരെ 41 ദിവസത്തേക്കാണ് ഈ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വാഹന നമ്പർ ലേലം ചരിത്രമായി. അബുദാബി സർക്കാരിന്റെ 50 വർഷത്തെ അടയാളപ്പെടുത്തി 50 നമ്പറുകളാണ് അബുദാബി പോലീസ് ലേലത്തിന് വെച്ചത്. അബുദാബിയിലെ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ 1-ാം നമ്പർ പ്ലേറ്റിന് 3.10 കോടി ദിർഹത്തിനാണ് ലേലം ചെയ്തത്. ഈ വർഷത്തെ കുട്ടികളുടെ രാജ്യാന്തര സമാധാന പുരസ്കാരത്തിനുള്ള 3 പേരുടെ അന്തിമ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 16കാരിയും UAEയിൽ താമസിക്കുന്ന കഹഷ്ഖാൻ ബസുവാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ദുബായ് കേന്ദ്രമാക്കി മാലിന്യ പുനരുപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കായി നടത്തിയ ശ്രമങ്ങളാണ് കഹഷ്ഖനെ പട്ടികയിലെത്തിച്ചത്. KMAC ന്യൂസിനു വേണ്ടി ഇബ്രാഹിം മേലെപ്പാറ. വാർത്തകൾ ചുരുക്കത്തിൽ. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞിയിൽ കൊല്ലപ്പെട്ട ഫൈസലിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി. SYS അവകാശ സംരക്ഷണ സമ്മേളനം ഈ മാസം 25-ന് കോഴിക്കോട് കടപ്പുറത്ത്. വിപുലമായ ഒരുക്കങ്ങൾ. സമ്മേളനം വിജയിപ്പിക്കാൻ മഹല്ല് ജമാഅത്തുകൾ രംഗത്തിറങ്ങണമെന്ന് SMA. പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി. MM മണി മന്ത്രിയാകും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ അപകടം. മരണം 100 കവിഞ്ഞു. നിരവധി പേരുടെ നില അതീവ ഗുരുതരം. മണ്ണാർക്കാട്ടെ കല്ലാംകുഴി ഇരട്ട രക്തസാക്ഷിത്വത്തിന് ഇന്ന് 3-ാം ആണ്ട്.
ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.